ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്ന ഹത്ത സ്വാൻ ലേക്കിലേക്കാണ്. തുടക്കം തന്നെ പറയട്ടെ, നമ്മൾ സ്വാൻ ലേക്കിൽ നിന്ന് ഹത്തയിലുള്ള സ്ഥലങ്ങളെയൊക്കെ അടിച്ചു നോക്കിയപ്പോൾ ഹത്ത ലേക്ക് കണ്ടു. പക്ഷേ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഇത് ചുമ്മാ ഒരു ലേക്ക് മാത്രമേ ഉള്ളൂ. സ്വാനൊന്നും അവിടെ ഇല്ല. കുറച്ച് താറാവ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ സ്വാനെ ഒന്നും അവിടെ കണ്ടില്ല. ഒക്കെയുണ്ട്. നമുക്ക് മീനുകൾക്ക് ഫീഡ് ചെയ്യാനും പിന്നെ അതുമല്ല ഈ താറാവുകൾക്കൊക്കെ ഫുഡ് കൊടുക്കാനും ഉള്ള ഇതുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ പോയത് ഈ സമ്മർ ടൈമിലായതുകൊണ്ടാണ് ഇവിടെ സ്വാനൊന്നും അധികം ഇല്ലാത്തതെന്ന് തോന്നുന്നു. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടുള്ള സമയമല്ലേ, ഒരു 50 ഡിഗ്രി ഒക്കെ വരുന്നുണ്ട്. മാക്സിമം ടെമ്പറേച്ചർ ഇവിടെ 50 ഡിഗ്രിക്ക് മുകളിൽ പോയി ഈ വർഷം. ഇനി അതുകൊണ്ടാണോ എന്നറിയത്തില്ല. നമ്മളിവിടെ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം എന്തായാലും അവിടെ ഈ കാണുന്ന ഇത്രയല്ലാതെ അവിടെ ഒരുപാട് സ്വാനോ ഒന്നുമില്ല. ഞങ്ങൾ എന്തായാലും കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് ലേക്കിൻ്റെ സൈഡായതുകൊണ്ട് ചൂടൊക്കെ ഇച്ചിരി കുറവുണ്ടായിരുന്നു, അതൊക്കെ എൻജോയ് ചെയ്തു. അപ്പോൾ ഇവിടെ അതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു. ആ റിസോർട്ടിൻ്റെ സൈഡിൽ കുറേ പോമഗ്രാനൈറ്റും പേരയ്ക്കയും ഒക്കെ ഉണ്ടായി കിടക്കണം കണ്ടോ, നല്ല രസമായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഇവിടെ ഇത്തെ യാത്രകളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ഈ പാലത്തിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ തിരിച്ചു പോകും. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അവസാനം ഹത്തയിൽ വേറെ എന്താ കാണാനുള്ളതെന്ന് ഞങ്ങൾ തപ്പിയപ്പോൾ കണ്ടതാണ് ഒരു വാട്ടർഫാൾ. ഈ വാട്ടർഫാൾ അന്വേഷിച്ച് നമ്മൾ ഒരുപാട് ദൂരം കറങ്ങി വണ്ടിയിൽ. അവസാനം എത്തിയതാണ് ഈ സ്പോട്ടിലേക്ക്. ചെന്നപ്പോഴും ഇതൊരു ചെറിയ വാട്ടർഫാളായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തിട്ട് നമ്മൾ യാത്ര തുടർന്നു. പിന്നെ ലാസ്റ്റായിട്ട് പോയതാണ്, ഇതൊരു മൗണ്ടനാണിത്. ഇതിൻ്റെ വലിയൊരു മലയുടെ മുകളിൽ കുറേ സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് നമ്മൾ കയറി ചെല്ലുന്നത് വലിയൊരു മലയുടെ മുകളിൽ നമുക്ക് ഈ ഹത്ത ടൗൺ ഫുള്ളായിട്ട് മൊത്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത്രയേ ഉള്ളൂ, ഈ കാണുന്ന അത്രയേ ഉള്ളൂ ഹത്ത. ഒരു ദിവസം കൊണ്ട് കണ്ട് തീർക്കാവുന്നത് അത്രയേ ഉള്ളൂ ഇവിടെ. ഇതൊരു ക്യാമ്പിംഗ് സ്പോട്ടാണ്. ഇവിടെ ബാർബിക്യൂ ഉണ്ടാക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യമുണ്ട് ഇവിടെ. താങ്ക് യു.